ഹായ് വെൽക്കം ടു 8th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ 2 ദിവസവും എൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയതായിട്ടൊന്ന് ബിസി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് എന്തൊക്കെയോ കാരണം കൊണ്ട് ബിസി ആയിപ്പോയി, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോസിലേക്ക് കടക്കാം. ഞാൻ ഇന്നും മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡ് ഡ്രിങ്ക് ആണ് കഴിച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ ബ്രെഡ് ടോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡിൻ്റെ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുത്തു. അതിൻ്റെ കൂടെ ഒരു ബുൾസൈയും കൂടിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഈ ഈ ബ്രെഡൊക്കെ നന്നായി ടോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മറ്റ് സാധാരണ കഴിക്കുന്നേക്കാളും ടോസ്റ്റ് ചെയ്ത് കഴിക്കണമായിരിക്കും നല്ലത്. അങ്ങനെ ഇതാ ഞാനൊരു ബുൾസൈ കൂടെ ഉണ്ടാക്കി. ബുൾസൈ ഉണ്ടാക്കിയതിന് ശേഷം അത് എൻ്റെ മെമ്മറി ഫുള്ളായിട്ട് ഫോണ് കട്ടായിപ്പോയി. അതുകൊണ്ട് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് നെക്സ്റ്റ് ആഫ്റ്റർനൂണിൽ ഞാൻ എടുത്തത് ഒരു കബാബാണ് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് പറയാം. ബോൺലെസ് ചിക്കൻ എടുക്കുക. ബോൺലെസ് ചിക്കനോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കൊറിയാൻഡർ പൗഡർ, കുറച്ച് നമ്മൾ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കൂടെ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെമൺ ജ്യൂസും നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാൽ നന്നായിട്ട് ഈ മസാല ഒക്കെ പിടിക്കും. അതിന് 2 മണിക്കൂറിന് ശേഷം ഇതേപോലെ നമ്മളെ കയ്യിൽ ഏത് വെജിറ്റബിളാണല്ലോ, തക്കാളിയോ ഉള്ളിയോ ക്യാപ്സിക്കോ ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്യൂർ എടുത്തിട്ട് ഇതേപോലെ ഈർക്കളി പോലെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. കുറച്ച് വെജിറ്റബിൾസ് ആദ്യം വെച്ച് കൊടുക്കുക, പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുക, പിന്നെ അതാ വീണ്ടും വെജിറ്റബിൾസ് വെച്ച് കൊടുത്ത് ഇതേപോലെ കബാബ് ഇതേപോലെ നമ്മൾ സ്ക്യൂവറിൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. ഈർക്കളി എടുക്കുമ്പോൾ പച്ച ഈർക്കളി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതേപോലെ കബാബിന് പറ്റിയ സ്ക്യൂവേഴ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ കബാബും ഇതുപോലെ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കബാബ്സ് ഒക്കെ ഇതാ അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എയർ ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാനിലോട്ട് ഇതാ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോ കബാബ് സ്റ്റിക്കും വെച്ച് കൊടുക്കുക. നമുക്ക് പാനിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എത്രമാത്രം കുക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ കബാബ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മുരിഞ്ഞായിട്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മുരിച്ചെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വെച്ചിട്ട് അപ്പോൾ അതവിടെ കബാബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ലഞ്ചിന് എടുത്തത് ഒരു സ്റ്റിക്ക് കബാബും അതുപോലെ കുറച്ച് ഹമോസും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഹമോസിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ല. അത് ഞാൻ എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റെസിപ്പി ഈ ഒരൊറ്റ വീഡിയോ തന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഹമോസിൻ്റെ റെസിപ്പി ഇടാഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഹമോസിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. ലഞ്ചായിട്ട് ഞാൻ കഴിച്ചത് കുറച്ച് ഹമോസും ഒരു സ്റ്റിക്ക് കബാബുമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ ഡിന്നറായിട്ട് എടുത്തത് ഒരു അടിപൊളി സലാഡാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സലാഡാണ്. അപ്പോൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കുംബർ എടുത്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പൈനാപ്പിൾ. പൈനാപ്പിൾ എന്തായാലും ആഡ് ചെയ്യണേ. അപ്പോൾ ഇതാ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തു, പിന്നെ ആപ്പിൾ കട്ട് ചെയ്തു, പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തു, പിന്നെ ലെക്ടസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെക്ടസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഗ്രേപ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്ലി ലീഫാണ് കേട്ടോ. നിങ്ങൾക്ക് പാസ്ലി ലീഫ് കിട്ടിയില്ലെങ്കിൽ കൊറിയാൻഡർ ലീഫ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങിനായിട്ട് ഞാൻ ഒരു പൊളി ലെമൺ ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനേഗർ ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു, ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് ഹോട്ട് ആൻഡ് സോർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പെപ്പർ പൗഡറും അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ ഹണി ഇട്ട് കൊടുത്തു, ഒരു സ്വീറ്റ്നെസ് ഒന്നും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഡ്രസ്സിങ്ങിന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അവിടെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ആഡ് ചെയ്തതിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഫ്ലേവർഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സലാഡ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കേ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ള നമ്മളെ പച്ചക്കറിയും ഫ്രൂട്ട്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സലാഡാണ്. അപ്പം ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ അത്. അപ്പോൾ ഈ അടിപൊളി സലാഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.